നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. കുടിശ്ശിക വരുത്തിയത് 3 ലക്ഷം പേർ. സാധാരണക്കാർക്ക് സാമ്പത്തിക ഭാരമേകിയ അയർലൻഡിലെ വൈദ്യുതി ബിൽ. ഡിസംബറിൽ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാൻ പറ്റാത്തവരുടെ എണ്ണം 3,20,000-ആയി ഉയർന്നു. ലാഭത്തിൽ റെക്കോർഡ്. എയർ ലിങ്കസിന്റെ മാതൃകമ്പനിയായ ഇന്റർനാഷണൽ എയർലൈൻ ഗ്രൂപ്പിന്റെ ലാഭത്തിൽ വർധനവ്. കഴിഞ്ഞ വർഷം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 17.3% വർദ്ധിച്ചു. പദ്ധതി അനിവാര്യം. ഡബ്ലിൻ നഗരത്തിന്റെ വികസനത്തിനായി മെട്രോ ലിങ്ക് പദ്ധതി അനിവാര്യമാണെന്ന് അഭിപ്രായപ്പെട്ട ഡബ്ലിൻ ചേംബർ ഡാറ്റാ സെന്ററുകളെയും മറ്റ് വികസനങ്ങളെയും അവസരമായിട്ടാണ് കാണുന്നതെന്നും ചേംബർ വ്യക്തമാക്കി. അയർലൻഡ് സന്ദർശിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയർലൻഡ് സന്ദർശിച്ചേക്കും. അയർലൻഡിലെ US അംബാസിഡർ എഡ്വേർഡ് വാൾഷാണ് ഇക്കാര്യം അറിയിച്ചത്. പൊതുഗതാഗത സുരക്ഷയുടെ ചുമതലയുള്ള സേനാംഗങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം നൽകുമെന്ന് ഗതാഗത മന്ത്രി ദരാഗോ ബ്രിയാൻ. എയർപോർട്ട് പോലീസിന്റെ മാതൃകയിലായിരിക്കും ഇവരുടെ പ്രവർത്തനം. കൌണ്ടി ഡബ്ലിനിലെ പ്രിയറി ഫീൽഡിലുള്ള അഫോർഡബിൾ ഹൌസുകൾക്കായുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ ആരംഭിച്ചു. 36 അഫോർഡബിൾ വീടുകളാണ് ലഭ്യമായിട്ടുള്ളത്. വർക്ക് റിലേഷൻസ് കമ്മീഷന് പുതിയ ചെയർമാൻ. ലേബർ കോടതിയുടെ മുൻ ചെയർമാനായ കെവിൻ ഫോളിയെയാണ് ചെയർമാനായി പ്രഖ്യാപിച്ചത്. കൌണ്ടി ഡൌൺ സ്വദേശിനി ലിസ ഡോറിയന്റെ തിരോധാനവും കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. 40 വയസ്സുള്ള സ്ത്രീയും 42 വയസ്സുള്ള പുരുഷനുമാണ് അറസ്റ്റിലായത്. കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനൊരുങ്ങി ആൻഡ് പോസ്റ്റ്. 300 പോസ്റ്റൽ ഡെലിവറി ജീവനക്കാരെയാണ് പുതുതായി നിയമിക്കുന്നത്. കൌണ്ടി ഡൊണഗലയിലുണ്ടായ വാഹനാപകടങ്ങളിൽ മരിച്ച കൌമാരക്കാരെ തിരിച്ചറിഞ്ഞു. ഡെറി സ്വദേശികളായ ഡാനിയൽ കുള്ളൻ, കെവിൻ പോർട്ടർ എന്നിവരാണ് മരിച്ചത്. പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ചാവേർ പടയെ സജ്ജമാക്കി താലിബാൻ. ഇസ്രായേലിൽ ഇനി UPI ഉപയോഗിക്കാം. ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ധാരണയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്ത നഗരത്തിലും സമീപ മേഖലകളിലും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഡൽഹി മദ്യനയ കേസിൽ CBIയെ വിമർശിച്ച ഡൽഹി കോടതി. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കി. ശബരിമല കൊടിമരം സ്ഥാപിച്ചതിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം റിങ്കു സിംഗിന്റെ പിതാവ് ഘൻചന്ദ്ര സിംഗ് അന്തരിച്ചു. ഇതോടെ റിങ്കു 2020 ലോകകപ്പ് ടീം ക്യാമ്പ് വിട്ടു. വീടിന് നേരെ ബോംബേർ. വടകരയിൽ KSU നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കന്നിക്കിരീടത്തിനരികെ ജമ്മു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കിരീടത്തിനരികെ ജമ്മു കശ്മീർ. ഫൈനലിൽ കർണാടകയ്ക്കെതിരെ നിർണായക ലീഡ്. താപനില താഴും. അയർലൻഡിൽ രാത്രികാലങ്ങളിൽ ഇനി തണുപ്പ്. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി താഴുമെന്നാണ് മെറ്റേറാന്റെ പ്രവചനം. കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി. കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി രൂപം കൊണ്ടു. മാർച്ച് 3 വരെ സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴ തുടരും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.